പാട്ടുകാരെ നമ്മൾ പാടിക്കുമല്ലോ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളും സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ കട്ടക്ക് എന്ന് പാടുന്ന ആൾക്കാർ, അങ്ങനെ കട്ടക്ക് ഇല്ലാത്ത പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അതിന്റെ പരിപാടി മറ്റേ നാടൻ ചെയ്ത പോലെ 13 കട്ടയെ പിടിച്ചോളാൻ അതെ. കട്ടക്ക് പാടുന്നല്ല, പാടാനാ അത്രക്ക് എഫിഷ്യന്റ് അല്ലാത്തവരെ പാടിക്കല് ഒന്നില്ലേ ഒഴിവാക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോ സാഹിബന്മാരെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ യന്ത്രത്തിലെ, അതൊക്കെ ചെയ്തൊന്നും നിവർത്തിയില്ലാതെ അവസ്ഥയിലതാക്കും. അതിൽ ഈ നടൻ നടി അങ്ങനെയൊക്കെ പാടുന്നവർ ചിലർക്ക് പാട്ട് ഒരു വശം ഉണ്ടാവില്ല, അപ്പൊ നമ്മളങ്ങ് വരയ്ക്കും പാട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയായിട്ടൊന്ന് പാടാൻ വന്നപ്പോ എങ്ങനെയൊക്കെ? അദ്ദേഹം പാടിയത് ഒരു ചെറിയ 2 ഈരടി പോലത്തെ സാധനമാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപാരമായിട്ടൊരു മ്യൂസിക് സെൻസ് ഉള്ള ഒരാളാണ് പുള്ളി. പക്ഷെ എനിക്ക് തോന്നിയത്, സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയത് പുള്ളിക്ക് ഭയങ്കര റെസ്പെക്റ്റും, പാട്ട് സംഗീതം എന്ന് പറയുന്നത് പുള്ളിക്ക് ഭയങ്കര എത്തിപ്പിടിക്കാനാവാത്ത രീതിയിൽ ബഹുമാന്യമായ ഒരു സാധനമാണ്. അപ്പൊ ശരിക്കും ഒരു കുട്ടിയുടെ പോലെയാണ് പുള്ളി വിറച്ചു നിൽക്കുന്ന, ഒരു പേടിയുള്ളൊരു കുട്ടി. ആ മൈക്കിന്റെ മുമ്പിൽ എത്തുമ്പോൾ പുള്ളി അദ്ദേഹത്തിനൊരു പകപ്പ്, പക്ഷെ അത് വളരെ കൗതുകമായിട്ട് തോന്നി അന്ന് പാടിച്ചത്. പക്ഷെ നല്ല മ്യൂസിക് സെൻസ് ആണ് പുള്ളി. അത് മാത്രമല്ല ഒരു ഡിക്ഷണറി പോലെയാണ്. ഇപ്പൊ പി ഭാസ്കരൻ ആരാ എഴുതിയത്, ബാബുക്ക അല്ലെങ്കിൽ ദേവരാമ ഏത് പാട്ടെടുത്ത് എല്ലാം അറിയാം, എല്ലാ പാട്ടുകളും പഴയത് എല്ലാം അറിയാം, വരികളെ കുറിച്ച്. പാട്ട് പഠിപ്പിക്കുമ്പോ എങ്ങനെയായിരുന്നു പുള്ളി പഠിപ്പിക്കാൻ? ഞാൻ നേരത്തെ അയച്ചു കൊടുത്തു, അത് നോക്കിയിട്ടൊക്കെയാണ് വന്നത്. 2 എണ്ണത്തിലാണ് പാടിയത്. ഒന്ന് ലൗഡ് സ്പീക്കർ എന്നുള്ള പാടിയത്, അതെന്ന് വെച്ചാല് അതില് നീ കണ്ടിട്ടുണ്ടല്ലോ ഒരു മൈക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉറക്ക സംസാരിക്കും. അപ്പൊ അതിന്റെ പക്ഷെ അത്ഭുതപ്പെടുത്തിയതിന്റെ ഉച്ചിക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ഇടുമ്പം ഇന്നാടി ഉച്ചിക്കെട്ടിപ്പ. ഇത് കറക്റ്റ് ഒക്ടേവില്, അത് പാടല് എളുപ്പമല്ല, അത് ഒറ്റയടിക്ക് പാടി. അദ്ദേഹം പറഞ്ഞ അത് അങ്ങനത്തെ ഒരു അപാരമായ സെൻസ് ഉണ്ട് അദ്ദേഹത്തിന്.